സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ അപകടം പതിയിരിക്കുന്നു. ദേശീയപാതയിലെ പുതിയ മൺപാത തുറന്നുകൊടുത്തതോടുകൂടി സർവീസ് റോഡിന്റെ പണികൾക്കായി റോഡ് അടച്ചതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. സ്കൂളുകൾ തുറന്നാൽ തീരദേശ പ്രദേശങ്ങളിൽ നിന്നും നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നീലേശ്വരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് എത്തിച്ചേരുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന മൺപാത തുറന്നുകൊടുത്തതോടുകൂടി ഇവിടെ അപകട മേഖലയായി മാറുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വേഗതയോടുകൂടി കടന്നു പോകുമ്പോൾ കോട്ടപ്പുറം ഭാഗത്തു നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പയ്യന്നൂർ ഭാഗത്തു നിന്നും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുമ്പോഴും വൻ അപകടം നടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുകൂടാതെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. നമ്മുടെ ദേശീയപാത കുറേ നാളുകളായി സമരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് താൽക്കാലികമായി നമ്മുടെ സർവീസ് റോഡും അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ പണിയും തുടങ്ങാൻ വേണ്ടി കലക്ടറെ അനുവാദത്തോടുകൂടി 2 മാസത്തേക്ക് ഇപ്പോൾ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊടുത്തപ്പോൾ വാഹനങ്ങളെല്ലാം മുകളിലേ പോകാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇപ്പോൾ മുഴുവൻ ട്രാഫിക് ജാമാകുന്നൊരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം വാഹനങ്ങൾ ഏത് ഭാഗത്ത് വരുന്നതിൽ പിടുത്തം ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കോട്ടപ്പുറം ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു ട്രാഫിക് റൗണ്ട് ആവശ്യമാണ്. ഇപ്പോഴത്തെ ഡയറക്ഷൻ കൊടുത്തത് ശരിയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കാറായി. അപ്പോൾ വാഹനങ്ങൾ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു അശാസ്ത്രീയമായ ഒരു റോഡിൻ്റെ ഇപ്പോഴത്തെ ഈ ട്രാഫിക് പരിഷ്കാരം അതിന് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഇപ്പം പതിയിരിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാൻ ഇവിടെ ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും പറയുന്നത്. വാഹനങ്ങൾ കടന്നു പോകേണ്ട ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ പലരും ഇത് ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമായേക്കാം. അറ്റകുറ്റപ്പണികൾക്കായി കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് താൽക്കാലികമായി അടച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.